രാജ്യത്ത് കരോൾ സംഘത്തിന് നേരെ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ കേരളം സൃഷ്ടിച്ചത് മതസൗഹാർദ്ദത്തിന്റെ മറ്റൊരു മാതൃകയാണ്. കോട്ടയം കുമരകത്ത് ഭജന നടന്നുകൊണ്ടിരിക്കുന്ന ഭവനത്തിൽ കരോൾ സംഘം എത്തിയപ്പോൾ ഭജന സംഘം ക്രിസ്മസ് ഗാനം പാടിയാണ് ആ കരോൾ സംഘത്തെ സ്വീകരിച്ചത്. കൊച്ചിടവട്ടം കുറുശ്ശേരിയിൽ ശിവന്റെ വസതിയിലായിരുന്നു മൈത്രിയുടെയും സാഹോദര്യത്തിന്റെയും ഈ നേർക്കാഴ്ച. നോക്കൂ, ഇതാണ് കേരളം, ഇതാണ് കേരളം, ഇതാണ് കേരളം. കേരളം എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത് ആ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മണ്ഡലമാസത്തിൽ ഭജന നടക്കുന്ന ഇടത്തേക്ക് കരോൾ സംഘം കടന്നു വരുമ്പോൾ ക്രിസ്തീയ ഭക്തിഗാനം പാടി ഭജന രൂപത്തിൽ പാടിക്കൊണ്ട് അതിനെ സ്വീകരിക്കുന്ന മലയാളിയെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഉത്തരേന്ത്യയിലുള്ള സംഘപരിവാറിന്റെ ആളുകളൊക്കെ കണ്ടു പഠിക്കണം ഈ നാട് എന്തുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് ഈ നാട് നിങ്ങളുടെ കണ്ണിലെ കരടായി നിൽക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. അത് ഈ കാഴ്ചകളൊക്കെ ഈ നാട്ടിൽ തുടരുന്നത് കൊണ്ട് തന്നെയാണ്. നോക്കൂ, എത്ര മനോഹരമായ കാഴ്ചയാണല്ലേ. കേരളമാണെന്നേ, കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണെന്നേ. നമ്മൾ മണ്ഡലകാലം ആഘോഷിക്കും, ക്രിസ്മസ് കാലം ആഘോഷിക്കും, പെരുന്നാൾ കൂടും, ഓണം ആഘോഷിക്കും, എല്ലാം നമ്മൾ ചെയ്യും, നമ്മൾ ഒരുമിച്ച് ചെയ്യും. അതിനിടയിൽ വിഷം കലർത്താൻ വരുന്നവരെ മാറ്റി നിർത്താൻ മലയാളിക്കറിയാം. അതുകൊണ്ടാണ് കേരളം നമ്മുടെ ഓരോരുത്തരുടെയും അഭിമാനമാകുന്നത്. സനോജ് കൂടി എന്നോടൊപ്പം ചേരുകയാണ്. സനോജ്, എത്ര മനോഹരമായ കാഴ്ചയാണ് സനോജ്. ഭജന നടക്കുന്നിടത്തേക്ക് കരോൾ സംഘം എത്തുമ്പോൾ ക്രൈസ്തവ ഭക്തിഗാനത്തെ ഭജന രൂപത്തിൽ പാടി വരവേൽക്കുന്ന കാഴ്ച. എന്താണിത്? ഇതല്ലേ കേരളം? ഇതിനപ്പുറം ഒരു മാതൃക നമുക്ക് പറയാനുണ്ടോ സനോജ്? തീർച്ചയായിട്ടും മനു, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ വളരെ അഭിമാനമുണ്ട്. ഒപ്പം തന്നെ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം രാവിലെ യാദൃശ്യമായി ഈ ഫോൺ നോക്കുന്നത് പോലെ നോക്കുമ്പോഴാണ് ഇത്തരമൊരു രംഗം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരു സോഷ്യൽ മീഡിയയിൽ ഒരാൾ പങ്കുവച്ചതാണ്. അത് കുമരകത്താണെന്നറിയുന്നു. ഉടൻ തന്നെ നമ്മൾ കുമരകത്തെ അവിടുത്തെ മുൻ പഞ്ചായത്ത് മെമ്പർ അനീഷ് എന്ന് പറയുന്ന ആളെ ബന്ധപ്പെടുന്നു. അദ്ദേഹം ഉടൻ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഈ സംഭവം നടന്നതെന്ന് അറിയിക്കുന്നു. ഞാൻ ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴേ നമുക്ക് കണ്ണിന് എത്ര സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. കാരണം ആ കരോൾ സംഘമായിട്ടുള്ള കുറച്ച് കുട്ടികളാണ്. ആ കുട്ടികൾ ആ കരോൾ സംഘവുമായിട്ട് ആ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ, ശിവൻ എന്ന് പറയപ്പെടുന്ന കുമരക സ്വദേശിയായിട്ടുള്ള ആളുടെ വീട്ടിലാണ് ഈ ഭജന നടക്കുന്നത്. ആ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഭജന നടക്കുന്നത് കൊണ്ട് ഈ കുഞ്ഞുങ്ങൾ തിരിച്ചു പോകാൻ പോവുകയാണ്, തയ്യാറെടുക്കുകയാണ്. അപ്പോൾ തിരിച്ചു പോകാൻ ഈ കുഞ്ഞുങ്ങൾ തയ്യാറെടുക്കുമ്പോൾ അവരെ ഈ ഭജന സംഘം അവിടേക്ക് വിളിക്കുകയാണ്. അവിടേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഈ ഭജന സംഘം ഈ പാട്ട് യഹൂദിയായിലെ എന്നുള്ള ആ മനോഹരമായ പാട്ട് ഭജനയുടെ രൂപത്തിൽ പാടുകയാണ്. അത് പാടുമ്പോൾ അതിനിടയിൽ ചിരികൾ ഉണ്ടാകുന്നുണ്ട്. ആ ചിരികളെന്ന് പറയപ്പെടുന്നത് കുഞ്ഞുങ്ങളുടെ ചിരികളാണ്. കുഞ്ഞുങ്ങൾക്ക് എത്ര മനോഹരമായ കാഴ്ചയാണ് ആ ദൃശ്യങ്ങൾ സമ്മാനിക്കുന്നത് എന്ന് അവരുടെ സന്തോഷം നിറഞ്ഞ ചിരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എത്ര മനോഹരമായിട്ട് ആ പാട്ട് പാടുന്നു. അതിനൊപ്പം ആ കരോൾ ഗാനസംഘം താളമടിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ, അതായത് പിഞ്ചു കുഞ്ഞുങ്ങൾ, അവരുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. മതമൈത്രിയുടെ മനോഹരമായൊരു സന്ദേശം. ആ കുഞ്ഞുങ്ങൾക്ക് മതങ്ങളെല്ലാം ഒന്നാണ് എന്ന മഹത്തായ സന്ദേശം ലഭിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലെ സന്തോഷമാണ് ആ ചിരിയിലൂടെ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ക്രിസ്മസ് പാപ്പയായി കടന്നു വരുന്ന ആ കുട്ടി, അവൻ പ്രായഭേദമന്യേ ആബാലവൃദ്ധം ജനങ്ങൾ ആ ഭജനയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ പ്രായഭേദമന്യേ നടന്നു ചെന്ന് അവർക്ക് കൈ കൊടുക്കുമ്പോൾ അവർ സന്തോഷത്തോടെ തിരിച്ചും ആലിംഗനം ചെയ്യുകയാണ്. കേരളം എങ്ങനെയാണ് ഈ നാടിന് മാതൃകയാവുന്നത് എന്ന് ഇതിൽ പരം ഒരു തെളിവുകൾ നമുക്ക് നിരത്താനില്ല. അത്രമേൽ ഒരു ഭജന. കാരണം വൃശ്ചിക മാസത്തിൽ 41 ദിവസവും ഈ ശിവൻ എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇത്തരത്തിൽ ഭജന നടത്താറുണ്ട്. ആ പ്രദേശത്തെ ഹൈന്ദവ മതവിശ്വാസികളായിട്ടുള്ള മറ്റ് മതവിശ്വാസികളായിട്ടുള്ള ആളുകളെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം അവരെല്ലാം ഭജന നടത്തുകയാണ്. ആ ഭജന സ്ഥലത്തേക്ക് കരോൾ ഗാന സംഘം എത്തുന്നു. അവരെ മടങ്ങിപ്പോകാൻ ഒരുങ്ങുമ്പോൾ അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് ആ ഭജന സംഘം കരോൾ ഗാനം ഭജനയുടെ രൂപത്തിൽ ആലപിക്കുന്നു. എത്ര മഹത്തായ മാതൃകയാണ് നമ്മുടെ നാട്. നല്ല ഭംഗിയായി ആസ്വദിക്കുകയായിരുന്നു.
നമ്മൾ നല്ല ഭംഗിയായിട്ട് അത് ആസ്വദിക്കുകയാണ്. നമ്മൾ ഇതിന് സനോജ് വരുന്നതിന് മുൻപ് തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഈ ക്രിസ്മസ് ദിനത്തിലടക്കം ക്രൈസ്തവർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെക്കുറിച്ചായിരുന്നു, കരോൾ സംഘങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെക്കുറിച്ചായിരുന്നു. സാന്റായുടെ രൂപങ്ങൾ വരെ അടിച്ചു തകർത്ത് കളയുന്ന സംഘപരിവാറിന്റെ വിദ്വേഷ ജന്തുക്കളെ കുറിച്ചായിരുന്നു. നോക്കൂ, അവിടെയാണ് കേരളം അവരെ അടുപ്പിക്കാതിരിക്കുന്നതിന്റെ കാരണങ്ങൾ നമ്മുടെ മുൻപിൽ ഒരുപാട് ഇങ്ങനെ നിൽക്കുന്നത്. ഇതുപോലെ മനസ്സുള്ള മനുഷ്യർ കോട്ടക്കെട്ട് നിൽക്കുമ്പോൾ എങ്ങനെയാണെന്നേ ഈ വിഷജന്തുക്കൾക്ക് കേരളത്തിലേക്ക് കയറി വരാൻ പറ്റുക? അതല്ലേ ഈ നാടിന്റെ കരുത്തെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ നാടിനെ, ഈ തലമുറ ഉള്ളിടത്തോളം കാലം ഈ നാടിനെ നശിപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങളിലൂടെ നമ്മുടെ നാട് ഈ രാജ്യത്തിന് സമ്മാനിക്കുന്നത്. പ്രത്യേകിച്ച് കേരളം എന്ന് പറയപ്പെടുന്നത് ഈ ഇന്ത്യ രാജ്യത്തെ മറ്റൊരു രാജ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രത്തോളം മറ്റ് സംസ്ഥാനങ്ങളിലൊന്നുമില്ലാത്ത തരത്തിലുള്ള കാഴ്ചകൾ, സൗഹാർദ്ദങ്ങൾ, ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ഒത്തുചേരലുകളൊക്കെ നടക്കുന്നത് ഈ നാട്ടിലാണ്. നമുക്ക് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കരോൾ ഗാന സംഘത്തിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെയും സമാനമായ രീതിയിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് പാലക്കാട് നടന്നത്. അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴും ഈ നാട് അങ്ങനെയല്ല. ഈ നാടിന് മറിച്ചൊരു മുഖമുണ്ട്. അത് മതേതരത്വത്തിൻ്റെ മുഖമാണ്. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ മതങ്ങളും ഐക്യത്തോടെ കഴിയുന്ന, മതസൗഹാർദ്ദത്തിൻ്റെ മഹത്തായ മാതൃക സൃഷ്ടിക്കുന്ന മലയാള നാടാണ് ഇത് എന്ന് നമ്മൾ ഇങ്ങനെ ഓരോ ദിവസവും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനു. തീർച്ചയായും സനോജ്, എത്ര മനോഹരമായ കാഴ്ച. സനോജ് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ മാധ്യമ പ്രവർത്തക ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളിലൊന്ന്. എപ്പോഴും ഈ വിവാദങ്ങളും ബഹളങ്ങളും മാത്രം റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ ഇങ്ങനെയുള്ള നല്ല കാഴ്ചകളും പറയാൻ പറ്റുന്നല്ലോ എന്ന സന്തോഷം മാത്രം സനോജ് രാവിലെ ഇന്നത്തെ ദിവസം. ഓക്കെ, താങ്ക് യു വെരി മച്ച് രാവിലെ ഇങ്ങനെ നല്ലൊരു കാഴ്ച നൽകിയതിന്.